ഗുഡ് മോർണിംഗ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിനകത്തെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ച സമയത്ത് നമ്മൾ അവിടെ ഈ ഒരു ടേം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടേം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ടേമിൻ്റെ ടൈപ്സ്, അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ് എന്താണ് സ്റ്റാൻഡേർഡ് എന്നുള്ളത്. സത്യത്തിൽ എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സത്യത്തിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആക്ച്വൽ ഒരു പെർഫോമൻസ് നടത്തിയതിനെ അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നോമിനെ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കാം. അതായത് നമ്മളൊരു ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ ലൈഫിൽ നമ്മൾ നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസിനെ നമ്മൾ കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യവുമായിട്ടായിരിക്കണം കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു അളവുകോൽ അല്ലെങ്കിൽ ഒരു യാർഡ് സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യും. ആ യൂസ് ചെയ്യുന്ന ആ ഒരു യാർഡ് സ്റ്റിക്കിനെ അല്ലെങ്കിൽ ആ ഒരു നോമിനെ അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കോഹ്ലറുടെ ഡെഫിനിഷൻ പ്രകാരം സ്റ്റാൻഡേർഡ് ഈസ് എ ഡിസൈഡ് അച്ചൈനബിൾ ഒബ്ജക്റ്റീവ് പെർഫോമൻസ്, എ ഗോൾ ഓർ എ മോഡൽ. ഒരു മോഡലോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവോ ആണ്. എല്ലാവർക്കും അറ്റൈൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു മാക്സിമം ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു മോഡൽ. ഈ ഒരു മോഡലിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു മോഡലാവാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആവാം, അല്ലെങ്കിൽ പെർഫോമൻസ് ആവാം, അല്ലെങ്കിൽ ഒരു ഗോളാവാം. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുക. സിംപ്ലി സ്റ്റാൻഡേർഡ് ഈസ് എ യാർഡ് സ്റ്റിക്ക് ഫോർ മേക്കിംഗ് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യാർഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അളവുകോൽ എന്ന് വിളിക്കാം. അളവുകോലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നോമിനെ അല്ലെങ്കിൽ ക്രൈറ്റീരിയയെ നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കാം. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു കോസ്റ്റാണ്. നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുള്ള ഒരു കോസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ മുമ്പായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് അവിടെ വരാവുന്ന കോസ്റ്റുകൾക്കൊക്കെ നമ്മൾ നേരത്തെ അതിൻ്റെ കോസ്റ്റ് തീരുമാനിച്ച് വെക്കും. ഒരു സ്റ്റാൻഡേർഡായിട്ട് ഇതിന് ഇത്ര കോസ്റ്റ് വരണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്കവിടെ ഒരുപാട് തരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കോസ്റ്റുകളൊക്കെ ഇത്ര ആയിരിക്കണം അതിൻ്റെ മാക്സിമം കോസ്റ്റ് എന്നുള്ളത് അവിടെ നമ്മളൊരു ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ ഈ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന ഈ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം, അതേപോലെ തന്നെ അവിടെ ലാബേഴ്സിന് വേജസ് കൊടുക്കണം, ഓവർ ഹെഡ്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കോസ്റ്റുകൾ നമുക്ക് ഒരു ഫാക്ടറിക്കകത്ത് വരും. ആ ഒരു ഫാക്ടറിക്കകത്ത് മെറ്റീരിയലിന് ഇത്ര രൂപ, ഒരു 10,000 രൂപയായിരിക്കണം അതിൻ്റെ കോസ്റ്റ് വരേണ്ടത്. അതേപോലെ തന്നെ ലേബറിൻ്റെ കോസ്റ്റ് വരേണ്ടത് ഒരു 20,000 രൂപയായിരിക്കണം. അതേപോലെ തന്നെ ഓവർ ഹെഡ്സിന് 5,000 രൂപയായിരിക്കണം. ഇങ്ങനെ നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഒരു കോസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മൾ എന്ത് ചെയ്യണം, പാസ്റ്റ് പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ മറ്റു ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. CMA ലണ്ടൻ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇസ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ടെക്നിക്കൽ എസ്റ്റിമേറ്റ് ഫോർ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് ഫോർ എ സെലക്റ്റഡ് പീരീഡ് ഓഫ് ടൈം ആൻഡ് പ്രിസ്ക്രൈബ്ഡ് സെറ്റ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ. ഒരു പ്രിസ്ക്രൈബ്ഡ് വർക്കിംഗ് കണ്ടീഷനിൽ ഒരു നിശ്ചിത പീരീഡിനകത്ത് മെറ്റീരിയലിനും ലേബറിനും ഓവർഹെഡിനൊക്കെ വരുന്ന ആ ഒരു കോസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ടെക്നിക്കൽ എസ്റ്റിമേറ്റ് നടത്തിയിട്ട് ഒരു കോസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നേരത്തെ തന്നെ ഒരു കോസ്റ്റ് നമ്മൾ ടെക്നിക്കലി എസ്റ്റിമേറ്റ് നടത്തിക്കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സിംപ്ലി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുള്ള ഒരു കോസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു
ഫേമിനകത്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുക. ഒന്നുകൂടി പറയാം, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് അപ്ലൈയിങ് ദം ടു മെഷർ വേരിയേഷൻസ് ഫ്രം എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് അനലൈസിങ് കോസസ് ഓഫ് വേരിയേഷൻ വിത്ത് എ വ്യൂ ടു മെയിൻറ്റെയിൻ മാക്സിമം എഫിഷ്യൻസി. ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയുടെ മാക്സിമം എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. സ്റ്റാൻഡേർഡ് ഓർ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ആ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഫേമിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഈ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ വേരിയേഷൻസിനെതിരെ കറക്റ്റീവ് ആക്ഷൻസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ വേരിയേഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് ചെയ്തുകൊണ്ട് അവിടുത്തെ മാക്സിമം എഫിഷ്യൻസി കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയാം, ഒരു ഫേമിനകത്ത് അവിടെ വരുന്ന കോസ്റ്റുകൾക്കൊക്കെ നമ്മൾ ഓൾറെഡി ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ സെറ്റ് ചെയ്ത് വെക്കുക. ആ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ ആക്ച്വൽ കോസ്റ്റുകൾ എത്രയാണ് ആക്ച്വലി വന്നിട്ടുള്ള കോസ്റ്റുകൾ അത് റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്തതിന് ശേഷം സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റുകളിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഡീവിയേഷൻസ് ഇല്ലെങ്കിൽ അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ ഫേമിനകത്ത് വരുന്ന കോസ്റ്റുകളൊക്കെ അണ്ടർ കൺട്രോളാണെന്ന് പറയാം. ഇനി അഥവാ അവിടെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ, ഡീവിയേഷൻസ് മീൻസ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും തമ്മിൽ വാരിയൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വാരിയൻസ് ഉണ്ട് എന്ന് പറയാം. അങ്ങനെ വാരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ കോസ്റ്റ് അക്കൗണ്ടന്റുമാർ അത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ഇനി വാരിയൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരതിനനുസരിച്ചുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. അതാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു CMA ലണ്ടൻ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ കോസ്റ്റ് ആൻഡ് റവന്യൂസ് ഫോർ ദി പർപ്പസ് ഓഫ് കൺട്രോൾ ത്രൂ വാരിയൻസ് അനാലിസിസ്. അതായത് CMA ലണ്ടൻ പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കാണ്. അത് യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഫോർ കോസ്റ്റിനും അതേപോലെ തന്നെ റവന്യൂ, കോസ്റ്റിൻ്റെ കേസിലും അതേപോലെ തന്നെ റവന്യൂവിൻ്റെ കേസിലും ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. റവന്യൂവിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രോഫിറ്റിൻ്റെ കേസിലും അതേപോലെ തന്നെ സെയിൽസിൻ്റെ കേസിലും. സെയിൽസ് നമ്മളൊരു നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുന്ന സെയിൽസ് അല്ലെങ്കിൽ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുന്ന പ്രോഫിറ്റ്, അവിടെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അവിടെ റവന്യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ത്രൂ വാരിയൻസ് അനാലിസിസ് നടത്തിക്കൊണ്ട് അവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ വരുന്ന കോസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അവിടെ നമുക്ക് അതിൽ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. നമ്മളതിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ സ്റ്റെപ്സിലും പറയുന്നത്. അവിടെ മെയിനായിട്ട് 6 സ്റ്റെപ്സാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, സെക്കൻഡ് വൺ recording the actual cost, third one comparison of standard cost with actual cost, and fourth one calculation of variance between standard cost and actual cost, fifth one finding out the reason for variance, and sixth one reporting variance to the management for corrective actions. അവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കാണാം ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നുള്ളത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫേമിനകത്ത് വരുന്ന മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടായിരിക്കും, അതേപോലെ ലേബർ കോസ്റ്റ് ഉണ്ടായിരിക്കും, ഓവർഹെഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ഓവർഹെഡ് കോസ്റ്റിൽ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് അതേപോലെ വാരിയബിൾ കോസ്റ്റ്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള കോസ്റ്റുകൾ അവിടെ വരുന്നുണ്ടാകും. ഈ കോസ്റ്റുകൾക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിക്കൊണ്ട് വരുന്നത്. നമുക്കിങ്ങനെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ കമ്പാരിസൺ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, അവിടെ എല്ലാത്തിനും നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. അതിനുശേഷം സെക്കൻഡ് വൺ റെക്കോർഡിംഗ് ദി ആക്ച്വൽ കോസ്റ്റ്, നമ്മൾ അവിടെ ആ ഒരു ഫേമിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിക്കകത്ത് വന്നിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്.
അവിടെ മെറ്റീരിയലിന് വന്നിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്, അതേപോലെ ലേബറിന് വന്നിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്, ഓവർ ഹെഡ്സിന് വന്നിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്. അങ്ങനെ അവിടെ ആക്ച്വലി വന്നിട്ടുള്ള കോസ്റ്റുകളെയും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ് ആയി കൊണ്ടുവരുന്നത്. തേർഡ് സ്റ്റേജ് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആക്ച്വൽ കോസ്റ്റുകളും, സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഫോർത്ത് വൺ കാൽക്കുലേഷൻ ഓഫ് വാരിയൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. അവിടെ നമ്മൾ വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതായത് ആക്ച്വൽ കോസ്റ്റും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും വാരിയേഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് ആക്ച്വൽ കോസ്റ്റ് അവിടെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ പറയാം അവിടെ വാരിയൻസ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. അതായത് നമ്മുടെ അവിടുത്തെ കോസ്റ്റ് എന്താണ്, അണ്ടർ കൺട്രോളാണ്. പക്ഷേ ചില സമയങ്ങൾ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും തമ്മിൽ ഡിഫറൻസ് വരാറുണ്ട്. ഈ ഡിഫറൻസിനെയാണ് നമ്മൾ വാരിയൻസ് എന്ന് പറയുക. അപ്പോൾ ഈ വാരിയൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോർത്ത് സ്റ്റേജിൽ വരുന്നത്. വാരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ ആക്ച്വലും കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്റ്റാൻഡേർഡിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ആക്ച്വൽ കോസ്റ്റ് എന്നുള്ളതാണ്. ആ ഒരു ഡീവിയേഷന് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ വാരിയൻസ് എന്ന് പറയുന്നത്. ഈ വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോർത്ത് പ്രോസസ്സ് ആയിക്കൊണ്ട് വരുന്നത്. ആൻഡ് ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈൻഡിങ് ഔട്ട് ദ റീസൺ ഫോർ വാരിയൻസ്. അവിടെ എന്തെങ്കിലും വാരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വാരിയൻസ് വരാനുള്ള കാര്യം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള റീസൺ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കോസ് എന്താണ് എന്നുള്ളത് കണ്ടെത്തുകയാണ് ഫിഫ്ത്ത് സ്റ്റേജ് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാരിയൻസ്? ഇപ്പോൾ മെറ്റീരിയൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചു, പക്ഷേ ആ ഒരു സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലായിക്കൊണ്ട് അവിടെ കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വാരിയൻസ് വരാനുള്ള കാര്യം എന്താണ് എന്നുള്ളത് അത് നമ്മൾ കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് ഫിഫ്ത്ത് സ്റ്റേജ് വരുന്നത്. ആൻഡ് സിക്സ്ത് വൺ റിപ്പോർട്ടിംഗ് വാരിയൻസ് ടു ദി മാനേജ്മെൻറ്റ് ഫോർ കറക്റ്റീവ് ആക്ഷൻ. അങ്ങനെ നമ്മൾ വാരിയൻസ് കണ്ടെത്തി, വാരിയൻസിന് റീസണും കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമ്മൾ മാനേജ്മെൻറ്റിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, മാനേജ്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് അത് ഇനി ആ ഒരു വാരിയൻസ് അടുത്ത ടേമിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. അപ്പോൾ ആ ഒരു കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് മാനേജ്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആയിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അവിടെ 6 സ്റ്റേജസ് ആണ് വരുന്നത്. 6 സ്റ്റേജസ് ആണ് വരുന്നത്. 6 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക, അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. രണ്ടാമത്തെ വരുന്നത് റെക്കോർഡിംഗ് ദി ആക്ച്വൽ കോസ്റ്റിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ കമ്പാരിസൺ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് വിത്ത് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്ത് ഫോർത്ത് സ്റ്റേജിൽ അവിടെ വാരിയൻസ് ഉണ്ടെങ്കിൽ ആ വാരിയൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഫൈൻഡിങ് ഔട്ട് ദ റീസൺ ഫോർ വാരിയൻസ്. ആ വാരിയൻസിനുള്ള റീസൺ എന്താണ് എന്നുള്ളത് കണ്ടെത്തുക. ദെൻ ലാസ്റ്റ് ആ റീസൺ കണ്ടെത്തിയതിന് ശേഷം അവിടുത്തെ വാരിയൻസും അതേപോലെ തന്നെ അതിൻ്റെ റീസണും മാനേജ്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. ഇത്രയാണ് അവിടെ സ്റ്റേജസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാരിയൻസ് അനാലിസിസ് ആണ്. വാരിയൻസ് അനാലിസിസ് നമ്മൾ പറഞ്ഞു, വാരിയൻസ് എന്താണെന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക, വാരിയൻസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് കാണാം വാരിയൻസ് മീൻസ് ഡിഫറൻസ് ഓർ ഡീവിയേഷൻ. ഡിഫറൻസിനെ അല്ലെങ്കിൽ ഡീവിയേഷനെയാണ് നമ്മൾ വാരിയൻസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ വാരിയൻസ് എന്ന് പറയുന്നത് അവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ അവിടുത്തെ വാരിയൻസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 5000 രൂപയായിരുന്നു. ആക്ച്വൽ കോസ്റ്റ് വന്നിട്ടുള്ള ഒരു 6000 രൂപയാണ്. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 6000 മൈനസ് 5000 ഒരു 1000 രൂപയായിരിക്കും അവിടുത്തെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് വാരിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡീവിയേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഫ്രം സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡിൽ നിന്ന് ആക്ച്വൽ കോസ്റ്റിന് എത്രയാണോ ഡീവിയേഷൻ ഉള്ളത് അല്ലെങ്കിൽ ഡിഫറൻസ് ഉള്ളത് അതിനെയാണ് നമ്മൾ വാരിയൻസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു CIMA ലണ്ടൻ, വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് കമ്പയറബിൾ ആക്ച്വൽ കോസ്റ്റ് ഇൻക്വേർഡ് ഡ്യൂറിങ് എ പീരീഡ്. ഒരു പീരീഡിനകത്ത്, ഒരു നിശ്ചിത പീരീഡിനകത്ത് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സ്റ്റാൻഡേർഡ് നിന്ന് എത്രത്തോളമാണ് കമ്പയറബിൾ ആക്ച്വൽ കോസ്റ്റിന് ഡിഫറൻസ് വന്നിട്ടുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടെ വാരിയൻസ് എന്ന് വിളിക്കുന്നത്. അവിടെ നമുക്ക് വാരിയൻസ് 2 തരത്തിലുണ്ടാകും. വാരിയൻസ് മേ ബി ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ. 2 തരത്തിലുള്ള വാരിയൻസുകളെ നമുക്ക് ഒരു ഫേമിനകത്ത് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഫേവറബിൾ വാരിയൻസും അതേപോലെ തന്നെ അൺഫേവറബിൾ വാരിയൻസും. ഫേവറബിൾ വാരിയൻസ് പറഞ്ഞാൽ
if the actual cost is less than the standard, the difference is known as favorable or positive variance, which is a sign of efficiency. അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുന്ന കോസ്റ്റിനേക്കാൾ കുറവാണ് അവിടുത്തെ ആക്ച്വൽ കോസ്റ്റ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഫേവറബിൾ വാരിയൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് വാരിയൻസ് എന്ന് പറയും. ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെറ്റീരിയൽ കോസ്റ്റ് 5000 രൂപയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ അവിടെ ആക്ച്വൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 4000 രൂപയാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് 5000 ആണ്. 5000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കോസ്റ്റ് വരാം എന്നുള്ളതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ആ സ്റ്റാൻഡേർഡിനേക്കാൾ കുറവായിട്ട് 4000 ആണ് നമുക്ക് അവിടെ ആക്ച്വൽ കോസ്റ്റ് വന്നത്. അപ്പോൾ അവിടുത്തെ വാരിയേഷൻ എന്ന് പറയുന്നത് 1000 തന്നെയാണ്. പക്ഷെ നമ്മൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നതാണ് നമ്മൾ എക്സ്പെക്റ്റഡ് കോസ്റ്റിനെയാണ് ശരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു കോസ്റ്റാണ് 5000 രൂപ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിനേക്കാൾ കുറവായിട്ടാണ് ഇവിടെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫേവറബിൾ കണ്ടീഷൻ ആണ്. 5000 നമ്മൾ കോസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നിടത്ത് നമുക്ക് അവിടെ ആകെ ആക്ച്വൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 4000 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവാണ് ആക്ച്വൽ കോസ്റ്റ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേവറബിൾ വാരിയൻസ് ഓർ പോസിറ്റീവ് വാരിയൻസ് എന്ന് പറയുന്നത്. ഇത് വിച്ച് ഈസ് എ സൈൻ ഓഫ് എഫിഷ്യൻസി. ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയുടെ എഫിഷ്യൻസിയാണ് നമ്മളവിടെ കാണിക്കുന്നത്. കാരണം അവിടുത്തെ വേസ്റ്റേജസ് ഒക്കെ വളരെ കുറവായതുകൊണ്ടാണ് ആ വേസ്റ്റേജസും അവിടുത്തെ എഫിഷ്യൻ്റായിട്ട് അവിടുത്തെ ഈ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ കോസ്റ്റ് വളരെ കുറച്ച് വരാനുള്ള കാര്യം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവ് ആയിക്കൊണ്ട് ആക്ച്വൽ കോസ്റ്റ് വരാനുള്ള കാര്യം. അപ്പോൾ അതൊരു സൈൻ ഓഫ് എഫിഷ്യൻസി ആയിട്ടാണ് നമ്മൾ അതിനെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു വാരിയൻസ് മേ ബി ഫേവറബിൾ ഓർ ഫേവറബിൾ ഉണ്ടാവാം, അതേപോലെ തന്നെ അൺഫേവറബിൾ ഉണ്ടാവാം. ഫേവറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവായിരിക്കും ആക്ച്വൽ കോസ്റ്റ്. ആ ഒരു കേസിനെയാണ് നമ്മൾ ഫേവറബിൾ വാരിയൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് വാരിയൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് വരുന്ന അൺഫേവറബിൾ വാരിയൻസ് എന്ന് പറയുന്നത്. ആക്ച്വൽ കോസ്റ്റ് മോർ ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ദ ഡിഫറൻസ് ഈസ് നോൺ ആസ് അൺഫേവറബിൾ ഓർ അഡ്വൈസ് ഓർ നെഗറ്റീവ് വാരിയൻസ്, വിച്ച് ഇസ് സൈൻ ഓഫ് ഇൻഎഫിഷ്യൻസിൻ്റെ ഒരു സൈനായിട്ടാണ് കാണുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഒരു 5000 രൂപയാണ്. പക്ഷേ ആക്ച്വൽ കോസ്റ്റ് അവിടെ വന്നിട്ടുള്ള 6000 രൂപയാണ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് എന്ത് ചെയ്തു, അവിടെ കോസ്റ്റ് വന്നു. അപ്പോൾ അത് സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലായിട്ട് അവിടെ ആക്ച്വൽ കോസ്റ്റ് വന്നിട്ടുണ്ട്. അവിടുത്തെ ഡീവിയേഷൻ വരുന്നത് നമുക്ക് 1000 രൂപ തന്നെയാണ്. അതായത് 5000 to 6000 എന്ന് പറയുന്നത് അവിടെ ഡീവിയേഷൻ 1000 ആണ്. പക്ഷേ അവിടെ ഒരു നെഗറ്റീവ് ഓർ അഡ്വേഴ്സ് ഓർ അൺഫേവറബിൾ വാരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നമുക്കവിടെ നെഗറ്റീവായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് അവിടെ എന്ത് ചെയ്തു, ആക്ച്വൽ കോസ്റ്റ് വന്നു. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് അവിടെ ആക്ച്വൽ കോസ്റ്റ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺഫേവറബിൾ ഓർ അഡ്വേഴ്സ് ഓർ നെഗറ്റീവ് വാരിയൻസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് എ സൈൻ ഓഫ് ഇൻഎഫിഷ്യൻസി. ഒരു ഇൻഎഫിഷ്യൻസിൻ്റെ സൈനായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചതിനേക്കാൾ കൂടുതലായിട്ട് കോസ്റ്റ് വരാനുള്ള കാര്യം അവിടെ വേസ്റ്റേജസ് കൂടിയിട്ടുണ്ടായും, ഒരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് അവിടെ അതിൻ്റെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തത് കൊണ്ടാവാം അവിടെ കോസ്റ്റ് കൂടുതൽ വരാനുള്ളൊരു കാര്യം. അപ്പോൾ അതൊരു ഇൻഎഫിഷ്യൻസി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ നമ്മൾ കണക്കാക്കുന്നത്. വാരിയൻസ് അനാലിസിസ് ഓർ അനാലിസിസ് ഓഫ് വാരിയൻസ് മീൻസ് ക്യാരിങ് ഔട്ട് അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടു ഐഡൻറ്റിഫൈ ദി റീസൺ ഫോർ ദി വാരിയൻസ്. വാരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫേമിനകത്ത് വാരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ വാരിയൻസിൻ്റെ റീസൺ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് വാരിയൻസ് അനാലിസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്ന വാരിയൻസ് അനാലിസിസ് ആണ്. അതിനെ അനാലിസിസ് ഓഫ് വാരിയൻസ് എന്ന് കൂടി പറയാറുണ്ട്. അത് മീൻ ചെയ്യുന്നത് ക്യാരിയിങ് ഔട്ട് അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടു ഐഡൻറ്റിഫൈ ദ റീസൺ ഫോർ ദി വാരിയൻസ്. നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു വാരിയൻസ് വരാനുള്ള റീസൺ, ആ ഒരു റീസൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഒരു റീസൺ കണ്ടെത്താനുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുക അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് വാരിയൻസ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വാരിയൻസ് വരാനുള്ള കാര്യം, അതിനി ഫേവറബിൾ ആയാലും അൺഫേവറബിൾ ആയാലും അങ്ങനെ ഒരു വാരിയൻസ് വരാനുള്ള റീസൺ എന്താണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ വാരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ വാരിയൻസ് അനാലിസിസിൻ്റെ ബേസിൽ നമ്മൾ അതിൻ്റെ ഒരു റീസൺ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. ഓൺ ദി ബേസിസ് ഓഫ് analysis of variance, remedial actions or corrective actions can be taken. ആ ഒരു റീസൺ എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമുക്ക് ആ ഒരു റീസൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു റീസൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റീസൺ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ പറ്റും. അതായത് ഫ്യൂച്ചറിൽ ഇനി ഇങ്ങനെ ഒരു വാരിയൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള
നമുക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റും. അവിടെ ഫേവറബിൾ വാരിയൻസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊരു എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ അങ്ങനെ ഒരു പോസിറ്റീവ് ഓർ ഫേവറബിൾ വാരിയൻസ് വരാനുള്ള കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. അൺഫേവറബിൾ ആയിട്ടുള്ള വാരിയൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള വാരിയൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, അവിടെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ റെമഡിയൽ ആക്ഷൻസ് എടുക്കേണ്ടതുള്ളൂ. ഓക്കെ, വാരിയൻസ് അനാലിസിസ് ഇൻഡിക്കേറ്റ്സ് ടു ദി മാനേജ്മെൻറ്റ് വെദർ കോസ്റ്റ് ആർ അണ്ടർ കൺട്രോൾ ഓർ നോട്ട്. നമുക്ക് വാരിയൻസ് അനാലിസിസിലൂടെ നമുക്ക് നമ്മുടെ കോസ്റ്റ് അണ്ടർ കൺട്രോൾ ആണോ അല്ലെങ്കിൽ അണ്ടർ കൺട്രോൾ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വാരിയൻസ് അനാലിസിസ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും സെയിം ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൃത്യമായിട്ട് പറയാം നമ്മുടെ കോസ്റ്റിംഗ് അണ്ടർ കൺട്രോൾ, നമ്മുടെ കൺട്രോളിനകത്ത് വരുന്നതാണ്. ഇനി അവിടെ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ വാരിയൻസ് വരിക. അങ്ങനെ വാരിയൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് അണ്ടർ കൺട്രോൾ അല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് വാരിയൻസ് അനാലിസിസിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈപ്സ് ഓഫ് വാരിയൻസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.